Hey guys, welcome back to another video. അപ്പോൾ നമ്മൾ chord സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആണിത്. നമ്മൾ എങ്ങനെയാണ് ഒരു A minor chord പ്ലേ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ chord ഡയഗ്രാംസ് റീഡ് ചെയ്യാൻ അറിയണമെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് chord ഡയഗ്രാംസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അതിലേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ A minor chord ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ chord ചാർട്ട് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത് ഫസ്റ്റ് ഫ്രെറ്റിലെ സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ എടുത്തിട്ട് ഫസ്റ്റ് ഫ്രെറ്റ് നോക്കിയിട്ട് സെക്കൻഡ് സ്ട്രിങ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് നമ്മൾ സെക്കൻഡ് ഫ്രെറ്റിലെ ഫോർത്ത് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്രെറ്റ് നോക്കിയിട്ട് 1 2 3 ഫോർത്ത് സ്ട്രിങ്ങിലാണ് വെക്കേണ്ടത് നമ്മൾ സെക്കൻഡ് ഫിംഗർ. ഇനി നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ, പക്ഷെ തേർഡ് സ്ട്രിങ്ങിലാണ് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത്. അത് നമ്മൾ സെക്കൻഡ് ഫ്രെറ്റിൽ വന്നിട്ട് 1 2 3 എന്നിട്ട് നമ്മൾ കോഡ് ഡയഗ്രാം കണ്ട ആ 6 സ്ട്രിങ്ങിൽ ഒരു എക്സ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രിങ് നമ്മൾ പ്ലേ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ 5th സ്ട്രിങ് തൊട്ട് പ്ലേ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു A മൈനർ കോഡ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേൾക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്യുന്നതോറും ഫിംഗർ സ്ട്രെങ്ത് കൂടുന്നതോറും ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് റിങ് ആവും ഇങ്ങനെ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പ്രാക്ടീസ് ചെയ്യുന്നതോറും ആ ഒരു പ്രശ്നം മാറും. ആ കോഡ്സ് പ്രോപ്പറായിട്ട് റിങ് ആവും ഇങ്ങനെ. ഇങ്ങനെയാണ് ഒരു A മൈനർ കോഡ് പ്ലേ ചെയ്യേണ്ടത്.